Good morning. Today we are starting a new subject, health and nutrition. This is our second subject. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പുതിയ സബ്ജക്റ്റ് ആണ്, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. നമ്മൾ സൈക്കോളജി കഴിഞ്ഞു, ഇനി ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ആണ്. ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്താണെന്ന് എല്ലാവരും അത്യാവശ്യം അറിയാവുന്നതാണ്. വലിയ ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒന്നും അല്ല ഇത്. അത്യാവശ്യം നമ്മൾ നേരത്തെ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ട് വന്നിട്ടുള്ളതൊക്കെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഹെൽത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഹെൽത്ത് ഈസ് എ സ്റ്റേറ്റ് ഓഫ് കംപ്ലീറ്റ് ഫിസിക്കൽ, മെന്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. ഇതിൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഐഡിയ ക്ലിയർ ആണ് അല്ലെ. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഫിസിക്കലി, മെന്റലി, സോഷ്യൽ ആയിട്ടുള്ള ഒരു വെൽബീയിങ്, അതായത് നമ്മൾ കംപ്ലീറ്റ് വെൽബീയിങ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് ഇത്. അസുഖങ്ങളൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ടുള്ള ഒരു അവസ്ഥ. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് മിയർലി ദ ആബ്സെൻസ് ഓഫ് ഡിസീസ് ഓർ ഇൻഫോർമിറ്റി. നമ്മൾ അസുഖങ്ങളില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ ആരോഗ്യവതിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. നമ്മൾ എന്തൊക്കെയായിരിക്കണം? ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം, മെന്റലി ഫിറ്റ് ആയിരിക്കണം, അതുപോലെ സോഷ്യൽ, ഇമോഷണൽ ഒക്കെ നമ്മൾ വെൽബീയിങ് അല്ലെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. പ്രത്യേകിച്ച് അസുഖങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് എന്ന് പറയുന്നത്. ഇത് കുട്ടികളെ സംബന്ധിച്ചാണെങ്കിൽ അവരുടെ ഒരു ഗ്രോത്ത് ബാലൻസ് ചെയ്ത് നിർത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. ഇനി അടുത്ത ഒരു ടോപ്പിക് അല്ലെങ്കിൽ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയുന്നത് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്നാണ്. എന്താണ് ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്? അങ്ങനെ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ഉണ്ടോ? എങ്കിൽ ഉണ്ട്. Ability to perform daily activities with energy and without fatigue, focuses on health rather than athletic performances. അപ്പോൾ നമ്മളിവിടെ 3 തരത്തിലുള്ള ഹെൽത്തിനെ പറ്റി പറയുന്നുണ്ട്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട്. അത് നമ്മളെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്, അതായത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കുറെ ആക്ടിവിറ്റീസിനെ അല്ലെങ്കിൽ എക്സസൈസിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയുന്ന ഒരു ഫിറ്റ്നസ് എന്ന് പറയുന്നത് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. ഈ സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ടും നമ്മൾ അത്ലീറ്റ്സിനെയൊക്കെ വെച്ചിട്ടാണ്, അതായത് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ അത്ലറ്റിക്കലി പെർഫോമൻസ്, നമ്മൾ സ്പോർട്സ് പരമായി പെർഫോമൻസിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എക്സസൈസസ് ഉണ്ട്. അടുത്തത് വരുന്നത് കോസ്മെറ്റിക്. കോസ്മെറ്റിക് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്നത് നമ്മുടെ സൗന്ദര്യത്തിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളാണ്. എനിവേ, ഈ ഹെൽത്ത് റിലേറ്റഡ് ആക്ടിവിറ്റീസ് അത് നമുക്ക് എന്തൊക്കെയാണ്, നമുക്ക് അതുകൊണ്ട് എന്തൊക്കെയാണ് ഒരു ബെനിഫിറ്റ് എന്ന് നോക്കാം. അതായത് കീ എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്, മസ്കുലർ സ്ട്രെങ്ത്, ഫ്ലെക്സിബിലിറ്റി, ബോഡി കമ്പോസിഷൻ. അപ്പോൾ നമ്മൾ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസിനെ പറ്റി പറഞ്ഞു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് ഇൻ ചിൽഡ്രൻ. അപ്പോൾ നമ്മളിത് പൊതുവായിട്ട് പറഞ്ഞ കുറെ കാര്യങ്ങളാണ്. അതുപോലെ ഈ ഫിസിക്കൽ ഫിറ്റ്നസ് കുട്ടികൾക്ക് വേണം, അല്ലെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളെയാണ്. അപ്പോൾ അവർക്ക് ഇത് വേണം എന്ന് പറയാൻ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ് ആണ് അതുകൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. ഇറ്റ് സപ്പോർട്ട്സ് ഹെൽത്തി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. കുട്ടികളുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഗ്രോത്തും ഡെവലപ്മെന്റിനും ഈ ഫിസിക്കൽ ഫിറ്റ്നസ് ഇമ്പോർട്ടൻസ് ആണ്. ഇറ്റ് ഇംപ്രൂവ്സ് കോൺസെൻട്രേഷൻ, മെമ്മറി ആൻഡ് അക്കാഡമിക് പെർഫോമൻസ്. ഇറ്റ് റെഡ്യൂസസ് റിസ്ക് ഓഫ് ചൈൽഡ്ഹുഡ് ഒബസിറ്റി ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. എൻഹാൻസ് കോൺഫിഡൻസ്, കോർഡിനേഷൻ ആൻഡ് സോഷ്യൽ സ്കിൽസ്. കുട്ടികളെ അക്കാഡമിക്കലി ഇംപ്രൂവ് ചെയ്യാനായിട്ടും അതുപോലെ അവർ മസിൽസും ബോൺസും ഒക്കെ സ്ട്രെങ്തൻ ആകാൻ ഒക്കെ നമുക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി നല്ലത്. അതുപോലെ തന്നെ ഒബസിറ്റി ഇല്ലാതാകും. സാധാരണ രീതിയിൽ കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ്, അതായത് ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഒബസിറ്റി എന്നുള്ളത്. ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെയും അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലും കൊണ്ടൊക്കെ ഉണ്ടാകുന്ന കുറെ അസുഖങ്ങളുടെ ഡിസീസസ് ഇല്ലാതാക്കാനായിട്ട് ഈ ഫിസിക്കൽ ഫിറ്റ്നസിലൂടെ കുട്ടികളെ സഹായിക്കുന്നുണ്ട്. അവരുടെ സോഷ്യൽ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ, കോർഡിനേഷൻ ഉണ്ടാവാനായിട്ട് ഇത് ഫിസിക്കൽ ഫിറ്റ്നസ് കുട്ടികളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കോമ്പണൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കാർഡിയോവാസ്കുലർ എൻഡ്യൂറൻസ് നടക്കുന്നുണ്ട്,
muscular strength and endurance, flexibility, healthy body composition. ഇനി ഏതൊക്കെ വഴിയിലൂടെയാണ് നമുക്ക് ഫിറ്റ്നസ് കുട്ടികൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. പ്ലേ ബേസ്ഡ് ആക്ടിവിറ്റീസ് ആൻഡ് ഔട്ട്ഡോർ ഗെയിംസ്, റെഗുലർ എക്സസൈസ് ലൈക്ക് റണ്ണിങ്, സൈക്ലിംഗ്, സ്കിപ്പിംഗ്, സ്പോർട്സിലൊക്കെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. സ്ക്രീൻ ടൈം, ഇതിലൂടെ നമുക്കൊരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കുട്ടികൾക്ക് സ്ക്രീൻ ടൈം കുറച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. എൻകറേജിങ് ആക്റ്റീവ് സ്കൂൾ ആൻഡ് ഹോം എൻവയോൺമെന്റ്സ്. ഇതൊക്കെയാണ് ഫിസിക്കൽ ഫിറ്റ്നസിലൂടെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങളാണ്. ഇനി ഇതിന്റെ അസൈൻമെന്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിലിട്ടേക്കാം. അതനുസരിച്ചിട്ട് നിങ്ങൾ അസൈൻമെന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ സൈറ്റിൽ നോക്കി നിങ്ങൾ നല്ല രീതിയിൽ വൃത്തിക്ക് എഴുതാൻ നോക്കുക. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.